നമസ്കാരം കൂട്ടുകാരെ, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നല്ല മഴയൊക്കെ അല്ലേ, കുഞ്ഞുങ്ങൾക്ക് ശകലം പോഷകമൊക്കെ കിട്ടണമെന്ന് വെച്ചിട്ട് നമ്മളിന്നൊരു ബീട്രൂട്ടിൻ്റെ കറി ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് സാധാരണ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മോനോ വൈഫോ കുഞ്ഞോ ഒന്നും ആരും കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനൊന്ന് നമുക്ക് നോക്കാമെന്ന് വെച്ച് ഇന്ന് ഞാൻ ഇന്നൊരു അടിപൊളി ബീട്രൂട്ടിൻ്റെ റെസിപ്പി ഉണ്ടാകും. അതിനാവശ്യമുള്ളത് ഒരു ബീട്രൂട്ട്, ഒരു മീഡിയം സൈസ് ഒരു ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്വയറിൽ കട്ട് ചെയ്താൽ മതി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക്, സവോള, ആവശ്യത്തിന് തേങ്ങ, പരിപ്പ്, സാമ്പാർ പരിപ്പാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതാ ചുമന്ന പരിപ്പാണ്, പക്ഷേ ഏറ്റവും നല്ല മഞ്ഞപ്പരിപ്പാണ് കേട്ടോ. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഈ കറി കൊണ്ട് നമുക്ക് നല്ല ചപ്പാത്തി കഴിക്കാൻ പറ്റും, അപ്പം കഴിക്കാൻ പറ്റും, ചോറിന് നല്ല കറിയാണ്. അപ്പോൾ എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് നമ്മളുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിയെന്ന് കൂട്ടുകാരെ, നമുക്ക് ഈ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മളത്തെ കുക്കറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ബീട്രൂട്ടും ഇതെല്ലാം കൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പും കാര്യങ്ങളും പച്ചമുളകും സവോള എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് തക്കാളിക്കൊക്കെ ഇട്ടൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ശരിയെന്ന് കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളപ്പം വീഡിയോ നോക്ക്, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. 1 പ്ലേറ്റല്ല 2 പ്ലേറ്റ് ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് അധികം കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത്, പച്ചമുളക് ഇട്ട് കൊടുത്ത്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നു, സവോള ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കറിൽ നന്നായിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ബീട്രൂട്ട്. ആ സമയം നമുക്കത് തേങ്ങയും 2 പച്ചമുളക്, ശകലം ജീരകം, ശകലം മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കേട്ടോ, നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് അരച്ച് പൂ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളെ, നമ്മുടെ എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമ്മുടെ ബീട്രൂട്ടും കാര്യങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ആ കടുക് പൊട്ടിക്കാനുള്ള ഒരു 2-3 വറ്റൽമുളക്, ശകലം വെളുത്തുള്ളി, ശകലം ചെറിയുള്ളി, കറിവേപ്പില, കടുക്, ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കടുക് പൊട്ടിച്ച് നമുക്കൊന്ന് നോക്കാം. കറിയൊക്കെ നല്ല സെറ്റായിരിക്കുന്നുണ്ട് കണ്ടോ. കടുക് പൊട്ടിക്കാനുള്ള എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടാൻ വന്നിട്ടുണ്ട്. 2-3 പട്ട ഇട്ട് കൊടുത്ത്, ശകലം തേണ്ട കടുക് ഇട്ട് കൊടുത്ത്, നമ്മുടെ ചെറിയുള്ളി, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. ബാക്കി കറിവേപ്പിലയും. എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല. ഈ കടുക് വറക്കുന്ന മണം സഹിക്കാൻ മേലാത്തൊരിതാണ്. എന്നാ മണം, എൻ്റെ വായിക്കൂടെ വെള്ളം പറക്കുക, കപ്പലോടുക. അവസാനം നമ്മുടെ വറ്റൽമുളക് കൊണ്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറാകുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ. കരിഞ്ഞു പോകല്ലേ, പ്രത്യേകം സൂക്ഷിക്കണേ. നമ്മുടെ വറയൊക്കെ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വറയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. കടുവറയൊക്കെ സെറ്റായിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം കണ്ടോ, ബീട്രൂട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഉടച്ചാൽ, എല്ലാം ഒന്നും ഉടയ്ക്കേണ്ട കാര്യമില്ല, ചെറിയൊരു കടി വേണം. നമ്മൾ ആ തേങ്ങ അരച്ച് വെച്ചുകൊണ്ട് നന്നായി നമുക്ക് യോജിപ്പിക്കാം. ആ തേങ്ങ അരച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി ചൂടാക്കാം കേട്ടോ. നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ. നല്ല കൊഴുത്ത് കിടക്കുകയാണ്. ഇതിലോട്ട് നമ്മുടെ വാറയും കൂടെ ചേർത്ത് നമുക്ക് കറി യൂസ് ചെയ്യാം. കണ്ടോ മക്കളെ, നമ്മുടെ വാറയും കൂടെ ഇട്ടപ്പോൾ കറി ഒരു വേറെ ലെവലായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കമൻറ്റൊക്കെ നിങ്ങൾ പറയണം, അടിപൊളിയാണോ ഇല്ലയോ എന്ന്. അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ എന്തിൻ്റെ കൂടെ വേണം കഴിക്കാം, ഒരു കുറുമ ടൈപ്പ് കേട്ടോ. അപ്പോൾ ശരിയെന്നാ കൂട്ടുകാരെ, അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ സ്റ്റേ ട്യൂൺ.